ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പപ്പ ഇങ്ങനെ ഒരു പാക്കറ്റിനകത്ത് ചെറിയ പരിപ്പുവട മേടിച്ചുകൊണ്ട് കുഞ്ഞു കുഞ്ഞു പരിപ്പുവടയില്ലേ, അത് മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. പാക്കറ്റിൽ അടച്ചതാണ്. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ്, നല്ല എരിയും കാണും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു കൊതി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കടല എടുത്ത് എന്തായാലും ഒരു വട ഉണ്ടാക്കാമെന്ന്, മിനി വട, കുട്ടി വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു 4-5 മണിക്കൂർ കടല വെള്ളത്തിയിട്ട് കുതിർത്ത് വെള്ളം വാലാനായിട്ട് ഒരു അരിപ്പയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് ഈ കടലയെല്ലാം ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ ആകുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുമല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചെറുതായിട്ട് ഞാൻ ഞുറുക്കി ഒന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതൊന്ന് ആദ്യമായിട്ട് ഒന്ന് അടിച്ചിട്ട് ഒന്ന് പൊടിഞ്ഞതിന് ശേഷം ഒരു 2 ടീസ്പൂൺ നിറച്ച് ഞാൻ മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ വട ഉണ്ടാക്കുന്നത്. അപ്പോൾ വലുതായിട്ട് ഉണ്ടാക്കാം, ഞാനൊരു ആഗ്രഹത്തിന് എൻ്റെ കുട്ടിക്കാലം ഒന്ന് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ട് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ആദ്യം 1-2 കറക്ക് കറക്കിയിട്ട് ശകലം തരിതരിപ്പായിട്ട് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് 2 തണ്ട് കറി ലീഫ് ചേർത്ത് കൊടുക്കുക, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി 2-3 പച്ചമുളക്. അപ്പോൾ എൻ്റെ ഇരുന്ന പച്ചമുളക് അത്ര എരിയില്ല കേട്ടോ, പിഞ്ച് മുളക്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് പെരിഞ്ജീരകമല്ലേ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ മണവും ഒക്കെ നല്ല ടേസ്റ്റ്. അത് നല്ലപോലെ ഒന്ന് നമുക്ക് ഞെരടി യോജിപ്പിക്കാം. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലപോലെ നമ്മുടെ കൈ കൊണ്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ, കാശ്മീരി മുളക് പൊടി. അപ്പോൾ എനിക്ക് ഇച്ചിരി എരിയായിട്ടൊക്കെ കഴിക്കണം തോന്നും. എന്നാലിത് ഒരുപാട് എരിയൊന്നും ഇല്ല കേട്ടോ, കാശ്മീരി മുളക് പൊടിക്ക് വലിയ എരിയില്ലല്ലോ. അപ്പോൾ ഇതും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം നമുക്ക്. അതിന് ശേഷം ഇതാ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്കിത് ഉരുട്ടി വയ്ക്കാം, കുഞ്ഞു ഉരുളകളായിട്ട്. നമ്മൾ എന്തെന്നറിയാം, ചെറിയ വടകളാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഈ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലുതായിട്ട് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. എനിക്ക് അങ്ങനെ ഒന്ന് പെട്ടെന്ന് എൻ്റെ കുട്ടിക്കാലം ഞാൻ ഓർത്ത്, പപ്പയെ ഒന്ന് ഓർത്ത്, പപ്പ ഇപ്പോൾ ഇല്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓർത്ത് കവർ പാക്കറ്റ് മേടിച്ചുകൊണ്ട് വന്ന് തരുന്നത് ഞങ്ങളത് ഇങ്ങനെ പങ്കുവെച്ച് കഴിക്കുന്നതൊക്കെ. അപ്പോൾ അത് ഓർമ്മ വന്നപ്പോൾ ഒന്ന് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എണ്ണ തിളച്ച് വരുമ്പോൾ സാധാരണ നമ്മൾ എങ്ങനെയാണോ വട തട്ടിയിടുന്നത് അതുപോലെ നമുക്ക് കൈയുടെ വെള്ളയിൽ ഇച്ചിരി ഒന്ന് വെള്ളം നനച്ചതിന് ശേഷം ഇതുപോലെ ഒരു ഉരുള എടുത്ത് വെച്ച് ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് സൈഡൊന്ന് കറക്റ്റ് ചെയ്ത് ഇത്രയും മതി. ഇങ്ങനെ നമുക്കങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന തന്നെ. അപ്പോൾ ഒട്ടും പാചകം അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് കാണിക്കുന്ന കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് അമർത്തിയിടണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. 4 മണി സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇച്ചിരി ഇത് കഴിക്കണം തോന്നിയാൽ ഉച്ചയാകുമ്പോൾ ഇതൊന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മാത്രം മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം, വലിയ പണിപ്പാടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ അതിന് ടേസ്റ്റും കൂടും. അതുപോലെ തന്നെ കെമിക്കലോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒത്തിരി ഉപയോഗിച്ച എണ്ണകളൊന്നും അല്ലല്ലോ, നമ്മൾ നല്ല ഫ്രഷായിട്ടുള്ള എണ്ണ എടുക്കുന്നു, അതിലിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട്, ഇപ്പോൾ ഒരു സൈഡ് മൂത്ത് വന്നപ്പോൾ ഞാനത് മറിച്ചിട്ടിട്ടുണ്ട്. തിരിച്ചും മറിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ വീട്ടിൽ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ എപ്പോഴും കഴിക്കുന്നുമില്ലല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ നമ്മളിതുപോലെ 1-2 ഒന്ന് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പവും ഉണ്ടാകത്തില്ല. അതുപോലെ ഞാനിവിടെ വെളിച്ചെണ്ണയിൽ തന്നെ ഇതെല്ലാം തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ 2 ഭാഗം ഒന്ന് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇത് കടലയിലാണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറയത്തുമില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റായിട്ട് അറിയിക്കുക.
അപ്പോൾ ഇതാ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഇട്ട് ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. അപ്പോൾ നല്ല ചൂട് കട്ടനും കടല കൊണ്ടുള്ള നല്ല കുട്ടി കുട്ടി പരിപ്പ് വടയും. അതിപ്പോൾ വലുതായിട്ടിട്ടാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. ഞാൻ ആ പണ്ടത്തെ കാലം ഒന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് ഓർത്ത് പോയി. അന്നൊക്കെ ഞങ്ങൾ പലവ്യഞ്ജന സാധനം വാങ്ങിക്കാൻ പോകുന്ന കടയിൽ ഇതുണ്ട്. അപ്പോൾ പപ്പ ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരുമായിരുന്നു ചെറിയ പാക്കറ്റിൽ, കുഞ്ഞു കുഞ്ഞു വടകളാണ്. അപ്പോൾ അതൊന്ന് ഓർത്തുകൊണ്ട് ചെയ്തെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ബാക്കിയെല്ലാം ഞാനിതുപോലെ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള കടല കൊണ്ടുള്ള നമ്മുടെ വട ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്കൊന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ മുളക് പൊടി എരിവൊന്ന് കുറച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾക്ക് ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.